ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. കരം, പ്രയാസകരം റിവ്യൂയിലേക്ക് വരാം. വിനീത് ശ്രീനിവാസൻ വളരെ നാളുകൾക്ക് ശേഷം ഒരു ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നൊരു സിനിമയായിരുന്നു കരം. കാരണം ഇതിന് മുന്നേ ഇറങ്ങിയത് തിരയായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഫാമിലി ഡ്രാമ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു മൂഡായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. തിര തിയേറ്ററിൽ വിജയമായില്ല. എന്നിരുന്നാൽ പോലും അതിനൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരം കാണാൻ കയറിയപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം നിർഭാഗ്യവശാൽ അസ്ഥാനത്തായി പോയി. കാരണം ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥ തന്നെയാണ് ഏറ്റവും വലിയ ഡൗൺഫോൾ എന്ന് പറയുന്നത്. പറഞ്ഞ് പഴകിയ ഒരു കഥയുണ്ടല്ലോ, ആ കഥ ഒരുപാട് സിനിമകളിൽ നിന്നും ഒരുപാട് ദൂരം പോയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആ കഥകൾക്ക് ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം തിരയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ട്രാഫിക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ക്യാരക്ടർ മാത്രം ഒന്നും മാറി. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്ന കഥാപാത്രം തിരയിൽ അവനെയും ധ്യാൻ ശ്രീനിവാസനുമാണ് മെയിൻ റോളെങ്കിൽ ഇതിനകത്ത് നോബിൾ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്. കാണുമ്പോഴറിയാം വിനീത് ശ്രീനിവാസൻ്റെ തന്നെ ഒരു സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ വൻ കോമഡികളാണ്, വൻ പീസുകളാണ്. അതൊക്കെ നമുക്കറിയാം ഇത് എവിടെ കൊണ്ടെത്തിക്കും. പറയുമ്പം ഒരു ഹൈ മൊമെൻറ്റ്സ് അവർക്ക് ഉണ്ടായെന്ന് വരാം, പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിർവികാരമായിട്ടിരുന്ന് കാണേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ സ്ഥിരം ശൈലികളായിട്ടുള്ള തിരയിലുള്ളതുപോലെ തന്നെയും ജേക്കബിൻ്റെ സ്വർഗരാജ്യം, വർഷങ്ങൾക്ക് ശേഷം ഹൃദയം, ഇതിനകത്തൊക്കെ ഉള്ളതുപോലെ എല്ലാ ഹൈ മൊമെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു വോക്കൽ പരിപാടി ഉണ്ടല്ലോ, ഓ അങ്ങനെ ഒരു സാധനം അങ്ങനെയൊക്കെ ഉണ്ട്. ഫീൽ വരുന്ന സമയത്ത് എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ ഉണ്ട്. പിന്നെ ഡയലോഗ്സ് എല്ലാം ഈ സ്ഥിരം നോവൽ ടൈപ്പ് ഡയലോഗുകൾ, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഡയലോഗ്, പിന്നെ അവൻ്റെ മോനാടാ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ സിനിമാറ്റിക് റെഫറൻസും കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോളോ ഗുളിക വരുന്നുണ്ട്, പിന്നെ മിമിക്രി വരുന്നുണ്ട്, രജനീകാന്ത് വരുന്നുണ്ട്, പിന്നെ കീർത്തി അഗ്രയിലെ ഷമി തിലകൻ്റെ കഥാപാത്രം ആ വെടിവെക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാബുരാജിൻ്റെ ഗുണ്ടാ കഥാപാത്രത്തിൻ്റെ ഒരു റെഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം അവർക്ക് കോമഡികളാണ്. നമുക്ക് ഭയങ്കര ഒരു റെയർ കോമഡി പീസുകളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് സിനിമയുടെ പോക്ക്. നിങ്ങൾക്ക് സിനിമ ആണെന്ന് മനസ്സിലാവും. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഡോളോ ഗുളിക, രജനീകാന്ത്, മിമിക്രി, ഇത് മൂന്നും ഭയങ്കര റെയർ പീസുകളാണ്, കണ്ടുപോക്കും. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സിനിമയിൽ നോബിളിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്തൊക്കെയോ ചേസിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. പിന്നെ മനോജ് കെ ജയനുണ്ട്, അതും കോമഡിയാണ്. ഷാജോണുണ്ട്, കോമഡിയാണ്. പിന്നെ നായികയുടെ കഥാപാത്രം കോമഡിയാണ്. നായികയുടെ ഒരു അവസാനം ഒരു ഗൺ സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞാൽ കീർത്തി ചക്രയിൽ ഷമി തിലകൻ്റെ കഥാപാത്രം തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലത്തില്ലേ, അങ്ങനത്തെ ഒരു സീനൊക്കെ പോലെയാണ് ഫീൽ ചെയ്തത്. ആക്ഷൻ വരുന്ന മുമ്പിൽ ഇപ്പം നമ്മൾ ഒരു പുതിയ സാധനം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു അടിയായിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പഞ്ചും കിക്സും എല്ലാം. ആക്ഷനിൽ പോലും ഒരു പുതുമ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സിനിമ മൊത്തത്തിലൊരു കോമഡി തന്നെയായിരുന്നു. എൻ്റെ ഒക്കെ കോമഡിയാണ്, വില്ലൻ കോമഡിയാണ്. എല്ലാവർക്കും ഓരോരോ പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഒരു ഹൈ മൊമെൻറ്റ്സും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും, ഈ രണ്ട് സംഭവങ്ങൾ. ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ, അതും സ്ഥിരം സംഭവം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനായിട്ട് ചേർന്നിട്ടുള്ളൊരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ജോമോൻറ്റി ജോൺ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറിംഗ് ഒക്കെ കൊള്ളായിരുന്നു. എഡിറ്റിംഗ് എങ്ങനെയൊക്കെയോ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു രഞ്ജൻ അബ്രഹാമിൻ്റെ. ഇത് രണ്ടും പോരാ, എന്നിട്ട് പോലും സിനിമയൊന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. കരൺ കാണാൻ പോകുന്നവർക്ക് ഒരേ ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ. എല്ലാത്തരം വേദനകൾക്കും ഡോളോ ഗുളിക. ബൈ, റെട്രോ കാതികൻ.